ഇന്ന് RSSനെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷ ദിനമാണ്. RSSൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സംഘപ്രവർത്തകൻ്റെയും കാരണവസ്ഥാനത്ത് ഒരാളുണ്ട്. ഔദ്യോഗിക പേര് P. നാരായണൻ. പക്ഷെ നാരായൺജി എന്ന് പറഞ്ഞാലാണ് കൂടുതൽ പേർ അറിയുക അദ്ദേഹത്തെ. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആദ്യകാല പ്രചാരകനും ജന്മഭൂമി പത്രത്തിൻ്റെ മുൻ മുഖ്യ പത്രാധിപനുമായ P. നാരായണൻ നവതിയുടെ നിറവിലേക്ക്. പൊതുപ്രവർത്തന രംഗത്ത് 7 പതിറ്റാണ്ട് പിന്നിടുന്ന നാരായൺജിയുടെ നവതി ആഘോഷങ്ങൾക്ക് ഇന്ന് തൊടുപുഴയിൽ തുടക്കമാകും. സംഘമുരേ ജപം ഹൃദയത്തുടി പുകളാവണം, സംഘമാവണമെൻ്റെ ജീവിതം എന്തു ധന്യമിതിൽ പരം. ഒരു പത്രത്തിന് പത്രാധിപർ എന്തായിരിക്കണമെന്ന് അറിയണമെങ്കിൽ ജന്മഭൂമി എന്ന പത്രത്തെ നട്ടുനനച്ചു വളർത്താൻ നാരായൺജി എന്തൊക്കെ ചെയ്തു എന്ന് നോക്കിയാൽ മാത്രം മതി. 2.5 പതിറ്റാണ്ടായി ജന്മഭൂമിയുടെ വാരാന്ത്യ പതിപ്പിൽ നാരായൺജി എഴുതുന്ന സംഘപദത്തിലൂടെ എന്ന പംക്തിക്ക് വായനക്കാർക്കിടയിൽ ഇന്ന് ലഭിക്കുന്ന സ്വീകാര്യത തെളിയിക്കുന്നതും ഇതുതന്നെ. തൊടുപുഴ മണക്കാട് ഒറ്റപ്ലാക്കൽ സ്കൂൾ അധ്യാപകനായ MS പത്മനാഭൻ നായരുടെയും ദേവകിയമ്മയുടെയും മകനായി ജനിച്ച നാരായണൻ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ RSSുമായി അടുത്തു. തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദവും നേടി. ശേഷം തൊടുപുഴ മണക്കാട് NSS സ്കൂളിൽ അധ്യാപകനായി. 1967 പ്രചാരകനായ നാരായണനെ ഗുരുവായൂരിലേക്കാണ് സംഘം ആദ്യം നിയോഗിച്ചത്. പിന്നീട് തലശ്ശേരി, കണ്ണൂർ താലൂക്കുകളുടെ പ്രചാരകനായും കണ്ണൂർ, കോട്ടയം സംഘ ജില്ലകളുടെ ജില്ലാ പ്രചാരകനായും പ്രവർത്തിച്ചു. ഗുരുവായൂരിൽ പ്രചാരകനായി പ്രവർത്തിക്കുമ്പോൾ ഒരു ശാഖാ മുഖ്യ ശിക്ഷകനാണ് നാരായണനെ നാരായൺജി എന്ന് ആദ്യം വിളിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവർക്കും അദ്ദേഹം നാരായൺജിയായി മാറി. സംഘ തീരുമാനപ്രകാരം ജനസംഘത്തിലേക്ക് നിയോഗിക്കപ്പെട്ട നാരായൺജി പിന്നീട് സംസ്ഥാന സംഘടനാ സെക്രട്ടറി വരെയുള്ള ചുമതലകളിൽ പ്രവർത്തിച്ചു. 1967 ഭാരതീയ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോഴാണ് ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു മാധ്യമം വേണമെന്ന അഭിപ്രായമുയരുന്നത്. എന്നാൽ അതിനായി കുറച്ചുകൂടി കാത്തിരിക്കണമെന്ന് അന്ന് പരമേശ്വർജി അടക്കമുള്ളവർ പറഞ്ഞു. വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്നതിനാൽ പത്രമെന്ന ആ സ്വപ്നം അന്ന് നടക്കാതെ പോയി. പിന്നീട് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകാനായി ജനസംഘ പത്രിക എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് നാരായൺജി ആയിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനം വൻ വിജയമാവുകയും തുടർന്ന് തലശ്ശേരിയിൽ ചേർന്ന സംസ്ഥാന സമിതി പത്രം തുടങ്ങാൻ സംഘടനാ സെക്രട്ടറിയായ നാരായൺജിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 1975 കോഴിക്കോട് നിന്ന് സായാഹ്ന പത്രമായി ജന്മഭൂമി പുറത്തിറങ്ങി. തൃശ്ശൂരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മാസികയുടെ പേര് പണം നൽകി വാങ്ങുകയായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ നാരായൺജി അടക്കമുള്ളവർ ജയിലിലാകുന്നതുവരെ പത്രം നല്ല നിലയിൽ മുന്നോട്ടു പോയി. പോസ്റ്റ് ഓഫീസിന്റെ മതിലിൽ ഭാരത് മാതാ കി ജയ് എന്നും ഇന്ദിരാഗാന്ധി ഗോ ബാക്ക് എന്നും എഴുതിയെന്ന കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ്. 1985 തിരുവനന്തപുരത്ത് നിന്ന് പ്രസ് വാങ്ങി എറണാകുളം എളമക്കരയിൽ നിന്ന് പത്രം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അന്ന് മുഖ്യ പത്രാധിപരായി ചുമതല വഹിക്കാൻ തുടങ്ങിയത് മുതൽ 2000 വിരമിക്കുന്നതുവരെ നാരായൺജി ജന്മഭൂമിയെ മുന്നോട്ട് നയിച്ചു. നിരവധി ലേഖനങ്ങളും മുഖപ്രസംഗങ്ങളും എഴുതിയ അദ്ദേഹം ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ലേഖനങ്ങൾ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു. ഹിന്ദി വാരികയായ പാഞ്ചജന്യയ്ക്ക് വേണ്ടിയും ഓർഗനൈസറിന് വേണ്ടിയും നാരായൺജി ലേഖനങ്ങൾ എഴുതി. അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി എന്നീ ദേശീയ നേതാക്കൾ കേരളത്തിലെത്തുമ്പോൾ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തിയിരുന്നത് നാരായൺജിയായിരുന്നു. RSSന്റെ മുതിർന്ന പ്രവർത്തകരെ പറ്റി എഴുതുന്നതിനേക്കാൾ അധികം സാധാരണ പ്രവർത്തകരുടെ ജീവിതമാണ് നാരായൺജി വായനക്കാരിലെത്തിച്ചത്. RSSന്റെ ചരിത്രം അദ്ദേഹം എഴുതിയിട്ടില്ല, ആത്മകഥയും രചിച്ചിട്ടില്ല. എന്നാൽ സംഘപദത്തിലൂടെ എന്ന പംക്തി വായിക്കുന്ന ഒരാൾക്ക് ഇത് രണ്ടും അറിയാൻ കഴിയും. 7 പതിറ്റാണ്ട് പിന്നിടുന്ന നാരായൺജിയുടെ പൊതുപ്രവർത്തന പരിചയം കേരളത്തിലെ സംഘപ്രവർത്തകർക്ക് പ്രചോദനമായി ഇന്നും എന്നും മുന്നിലുണ്ടാകും. ആ യാത്ര നവതി പിന്നിട്ട് തുടരട്ടെ എന്ന പ്രാർത്ഥനയോടെ ന്യൂസ് ഡെസ്ക്, ജനം. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ശ്രീ നാരായൺജി. മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ സാഹിത്യ വാരഫലം M. കൃഷ്ണനായർ സാറിൻ്റെ കേരളത്തിൽ ഏറ്റവും അധികം കാലം വന്ന ഒരു പംക്തിയാണ്. പക്ഷേ കൃഷ്ണനായരുടെ ആ പംക്തി സാഹിത്യത്തെക്കുറിച്ച്, അവിടുത്തെ ട്രെൻഡുകളെക്കുറിച്ച് അല്ലെങ്കിൽ വിമർശനം, അപ്രിസിയേഷൻ എന്തോ ആവാം. നാരായൺജിയുടെ സംഘപഥത്തിലൂടെ എന്നുള്ള പംക്തി 1/4 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. അവിടെ ഭാഷ ദേശാന്തരങ്ങളില്ല.
വിഷയങ്ങൾക്ക് ഇതുപോലുള്ളൊരു പരിമിതിയില്ല. അവിടെ ഭാഷയുണ്ടാവും, സാഹിത്യമുണ്ടാവും, സംസ്കാരമുണ്ടാവും, ആത്മീയതയുണ്ടാവും, കൃഷിയുണ്ടാവും, വിജ്ഞാനമുണ്ടാവാം, കല, സംസ്കാരം, അങ്ങനെ വിവിധ മേഖലകൾ. അല്പം പറഞ്ഞ പോലെ ഞാൻ ഈ വാക്കുകൾ ജന്മഭൂമിയിൽ നിന്നാണ് കടമെടുക്കുന്നത്. ജന്മഭൂമിയിൽ ശ്രീ മുരളി പാറപ്പുറം എഴുതിയ ഒരു നവതി ആശംസ ലേഖനമുണ്ട്. അത് മാത്രം വായിച്ചാൽ ആരാണ് നാരായൺജി, കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ സംഘത്തിലുള്ളവർക്ക് പോലും നേരിട്ടറിയാത്തവർക്ക് നാരായൺജി എന്ന മനുഷ്യൻ ആത്മകഥ എഴുതിയിട്ടില്ല. എൻ്റെ കഥയല്ല എഴുതേണ്ടത്, പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അതെഴുതാനും ഞാൻ ആളല്ല. പക്ഷേ അദ്ദേഹം എഴുതിയ ഈ പങ്ക്തി മൊത്തം വായിച്ചു കഴിഞ്ഞാൽ അറിയാം സംഘത്തിൻ്റെ പ്രവർത്തനം, നേരിട്ട വെല്ലുവിളികൾ, ഉണ്ടായ പീഡനങ്ങൾ, അടിയന്തരാവസ്ഥ എന്നുള്ള ഘട്ടം, ആ സമയത്തെ ജയിൽവാസം തുടങ്ങി സംഘം ഏതൊക്കെ വഴിയിലൂടെ കടന്ന് വന്നാണ് ഇന്ന് തലയുയർത്തി നെഞ്ചുപിരിച്ച് നിൽക്കുന്നതെന്ന് അറിയാൻ ആ വാക്കുകൾ മതി. എന്തായാലും നാരായൺജിക്ക് ജനം ടി വി പ്രേക്ഷകരുടെ എല്ലാവിധ നവതി ആശംസകളും ആയുസ്സും ആരോഗ്യവും നേരുകയാണ്.